സോഷ്യൽ മീഡിയ വന്നപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി. പക്ഷെ പലരും വേറെ എന്തൊക്കെയോ ആണ് ആളുകളുടെ മനസ്സിലുള്ളത്. ഒരു മനുഷ്യനെ അടുത്തറിയുമ്പോ ആരും അടുത്തറിയാൻ ശ്രമിക്കണമെന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ തോന്നിയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഈ കണ്ടന്റുകൾ കാര്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് എപ്പോഴും അത്ഭുതം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ത് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിലും ബുദ്ധിമുട്ടല്ല, മീൻസ് അത് നല്ല സാധനം മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തി കൊണ്ടുവരുന്നത്? അതിനും ഈ പറഞ്ഞ പോലെ ഞങ്ങളെ ട്രെയിൻ ചെയ്തവരടുത്ത് നന്ദി പറയുന്നു. കാരണം നമ്മുടെ ക്ലബ് എഫ് എമ്മിലെ ആർജെ തന്നെയാണ് കൂടുതലും അവരുടെ കണ്ടന്റ് കണ്ടെത്തുന്നത്. ഉറപ്പായിട്ടും നമ്മളെ ഒരു വലിയ ടീം ഹെൽപ്പ് ചെയ്യാനുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു റെസ്പോൺസിബിലിറ്റി കണ്ടന്റിലുള്ള ആർജെ തന്നെയാണ് എടുക്കാറുള്ളത്. കാരണം അത് ക്ലബ്ബ് തരുന്ന ഒരു സവിശേഷതയാണെന്ന് ഞാൻ പറയും. ക്ലബ് എഫ് എമ്മിന്റെ ഒരു സവിശേഷതയാണ് ആർജെയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ഐഡന്റിറ്റി വളരെ ഫ്രീ ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്റെ മുമ്പിലുള്ള ഇപ്പൊ ക്ലബ് എഫ് എമ്മിന്റെ ആർട്ടിസ്റ്റ് പറയുകയാണെങ്കിൽ സ്മൃതി, വിനീത്, സിംല, ആരാണെങ്കിലും ഇവരൊക്കെ ഇവരുടെ ഐഡന്റിറ്റി പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്പേസ് ക്ലബ് എഫ് എം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലബ് എഫ് എം തുടക്കത്തിലെ തന്നെ ഒരു ഷോ ഡിസൈൻ ചെയ്തിട്ട് ആ ഷോയിന്റെ ക്യാരക്ടറുമായിട്ട് ഒത്തുവരുന്ന ആളെ അതിലേക്ക് കാസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇപ്പം എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് എനിക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നി എന്നെ അവിടെ ഇട്ടു. അതാണ് തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ എല്ലാവരും ഓൺ ദ വേ ഏത് കാര്യവും കൊടുത്താൽ ചെയ്യാവുന്ന രീതിയിലേക്ക് പിക്കപ്പ് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെയാണ് അതിൽ വന്നത്. പിന്നെ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ആർജേസിന് നമ്മൾ പറയുമല്ലോ, എല്ലാവർക്കും 2 കാതും 1 വായുമാണ് തന്നിരിക്കുന്നത്. ആർജേസിന് ഒരു 100 നാവ് തന്നിട്ടുണ്ടെന്ന് തമാശക്കെങ്കിലും ആൾക്കാർ പറയും. പക്ഷെ നേരെ തിരിച്ചാണ് ഞാൻ പറയാ, ആർജേസിന് 1/2 നാവും ഒരു എന്താ പറയാ 10 ജോഡി കാതുകളും തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഒരു നേച്ചർ പറയുകയാണെങ്കിൽ ഞാൻ ആൾക്കാരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും അല്ല, ഞാൻ അവരുടെ മാനറിസംസും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അവരുടെ വേ ഓഫ് ടോക്കിംഗ്, ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ എപ്പോഴും ഒബ്സർവ് ചെയ്യുക. അപ്പോ നമ്മളിങ്ങനെ കാത് തുറന്നു വെച്ചിരുന്നു കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാരപ്പം എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് എല്ലാവരും അതാത് സമയങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഉറപ്പായിട്ട് അത് ട്രെയിനിങ്ങിന്റെ ഗുണം തന്നെയാണ്, അങ്ങനെയൊന്നും വരുന്നൊന്നുമല്ല, അതിലൊന്നും പറയാനില്ല. ഈ ഒരു ഷോ ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ആർജെ എന്ന് പറയുന്ന സമയത്തൊന്നും ആരും ഫ്രണ്ടിൽ കാണുന്നില്ലല്ലോ, നമ്മുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്. ആൾക്കാർ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ. ഷാരൂണിന് ആ ഒരു ഇൻസിഡന്റ് അറിയാലോ, ഷാരൂൺ എന്നെ പരിചയപ്പെട്ടത് അങ്ങനെയായിരുന്നു. ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട് ആ ഒരു സന്ദർഭത്തില്. അതായത് പൊതുവേ ഞാൻ ഇന്ന ആളാണെന്ന് പറയാറില്ല, പറയാനും മാത്രം വലിയ ആളല്ല, 1. 2, ഈ ഒരു ജോലി തെരഞ്ഞെടുത്ത് തന്നെ ഒരു മറവിലിരുന്നു കൊണ്ട് എനിക്ക് എന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം, ഒപ്പം എന്റെ പ്രൈവസിയും ആസ്വദിക്കാം. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. തുടക്ക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വന്നപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി, അത് മാൻഡേറ്ററി ആയി, നമുക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ഇപ്പോഴും എന്നോട് ആ ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞാൽ ആദ്യം വേണ്ടാന്ന് വെക്കുന്ന ആള് ഞാനായിരിക്കും. കാരണം എനിക്കത് അത്ര വലിയ താല്പര്യമില്ല. അപ്പം ശബ്ദം കേട്ട ആൾക്കാർ തിരിച്ചറിയുന്നൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കൊന്നും അത് സാധിക്കില്ല എന്നാ. പക്ഷെ ഷാരൂണിനെ പരിചയപ്പെടാനിടയായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവര് ശബ്ദം കേട്ടിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക ചെയ്തേ. ഞാൻ സത്യത്തിൽ സ്റ്റണ്ടായി പോയി. ഞാൻ എവിടെ ചെന്നാലും, ഞാൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാതൃഭൂമി, ഞാൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള സകല ആൾക്കാരുടെ ജോലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർജയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കാരണം എനിക്ക് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ ആകെ അൺകംഫർട്ടബിൾ ആവും. എനിക്ക് അവിടെ എന്റെ പ്രൈവസി ആസ്വദിക്കണം, എനിക്ക് മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യണം, എന്നാലേ എനിക്ക് എന്റെ കണ്ടന്റ് കിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആർജെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൗതുകമുള്ളൊരു ജോലി ഉള്ള ഒരാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ശ്രദ്ധിക്കും. 100 ചോദ്യം അവർ ഇങ്ങോട്ട് ചോദിക്കും. എനിക്ക് അവരോടൊന്നും ചോദിക്കാനുള്ള ഒരു ഗ്യാപ്പും ഇല്ല, അവരെ നോക്കാനും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ മിണ്ടാതിരിക്കാൻ പതിവ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെയുള്ള ആൾക്കാർ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം
പിന്നീട് ഈ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. പലരും ശബ്ദം കേട്ടിട്ട് ഇപ്പോ ഇപ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്, ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ബസ്സിലായാലും ശരി, നമ്മള് ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായാലും ശരി വന്ന് ചോദിക്കണം. പിന്നെ എനിക്കെന്ന് വെച്ചാൽ നമുക്കൊരു ധൈര്യം ഉണ്ട്, നമ്മൾ ഇങ്ങനെ തന്നെ അല്ല ഇപ്പോഴും, അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോ നമുക്കറിയാലോ, അപ്പൊ ചില സാഹചര്യങ്ങൾ നമ്മള് ആ ഒരു രീതിയിലല്ല നമ്മളെ കാണാൻ ആഗ്രഹിക്കും. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജോലിനെ കുറിച്ച് ഒരാൾ ചോദിക്കില്ല നമ്മുടെ നാട്ടിലൊന്നും. കാരണം നമ്മൾ അത്ര വലിയൊരു സെലിബ്രിറ്റി എന്നല്ല പറയണെങ്കിൽ പോലും ഈ ഒരു ജോലിയുടെ കൗതുകമാണ് ഞാൻ പറയണേ. അതൊരിക്കലും ഞാനെന്ന വ്യക്തിയെ കുറിച്ചല്ല പറയണേ. ആർജെയും എല്ലാവർക്കും ഇപ്പോഴും കൗതുകമുള്ള ഒരു ജോലിയാണ്, അതുകൊണ്ടാണ്. അപ്പം അത് ചിലപ്പോ നമുക്ക് അത്രയും കൂടെ ആ സമയത്ത് അത് പറയാനുള്ള മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടായി വരില്ല. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളെ പോലുള്ള ഈ ഇത്തിരി വട്ടത്തുള്ള ആൾക്കാർക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാർ ആ കാര്യം ഒന്ന് ആലോചിച്ചു. അത്ര അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ശബ്ദം കേട്ട് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ശബ്ദമാണ് നമ്മുടെ എല്ലാം. അപ്പൊ അതിനൊരു നന്ദി ദൈവത്തിന്. ക്ലബ് എഫ് എം തൃശ്ശൂരുള്ള ഇപ്പം നിങ്ങൾ തന്നെയാണോ എല്ലാവരും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇപ്പൊ തൃശ്ശൂർ തന്നെയുണ്ടോ കൂടെ വർക്ക് ചെയ്തത്? എനിക്ക് തോന്നുന്നു തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. തൃശ്ശൂർ സ്റ്റേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലബ് എഫ് എമ്മിന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫ് ഉള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും ആദ്യത്തെ ക്ലബ് എഫ് എമ്മിന്റെ സ്റ്റേഷൻ തൃശ്ശൂരാണ്. ഫസ്റ്റ് ലോഞ്ച് ചെയ്ത കേരളത്തിലെ സ്റ്റേഷനാണ് തൃശ്ശൂര്. അന്ന് തൊട്ട് ആ ഒരു ജേണിയിലൂടെ ഇതുവരെ ഉണ്ടാവാൻ പറ്റിയെന്നുള്ള ഒരു വലിയ ഭാഗ്യം. കലീഗ്സ് ഇപ്പോഴും കൂടെ ഉണ്ട്. റേഡിയോന് ആർജെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ് എന്റെ കൂടെയുള്ള എല്ലാവരും എന്നുള്ളത് എനിക്കും വളരെ അഭിമാനം. അതുകൊണ്ട് എനിക്കും നല്ല രീതിയിൽ എന്റെ ജേണി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മറ്റു സ്റ്റേഷനിലെല്ലാം പുതിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ആർജേസ് തന്നെയാണ് നമ്മുടെ വന്നിരിക്കുന്നത്, പുതിയ കുട്ടികളാണ്. ഇനി ഇതില് ഒന്നുമല്ലാത്തതല്ല കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പല ഇന്റർവ്യൂകളും കാണുന്നത് ക്ലബ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിലും കൂടിയും ഒക്കെ ആയിരിക്കും. അപ്പൊ ആർജെയും മാത്രല്ല വിജെയും കൂടെ കൂട്ടത്തിൽ ചെയ്യണം. ആ ഒരു സാധനം ബോറടിക്കാറുണ്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്? അല്ല, സത്യത്തിൽ എന്നും പുതിയ കാര്യങ്ങൾ ചെയ്യണ ഒരു ജോലിയാണ് ആർജെ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മേ ബി നമ്മുടെയൊക്കെ ക്യാരക്ടർ അങ്ങനെ ആ ക്രിയേറ്റീവ് ഫീൽഡിൽ എത്തിപ്പെടുന്നവർക്ക് എന്തെങ്കിലും പുതിയത് വേണമല്ലോ, എപ്പോഴും പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പം പുതിയതായിട്ട് ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് നമ്മൾ ഞാനൊക്കെ വീട്ടിലിരുന്ന് എനിക്ക് ഷോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എന്ത് പുതിയത് ചെയ്യുന്ന ആലോചിച്ച സമയത്താണ് നമ്മൾ വീഡിയോ കണ്ടന്റിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് കുറെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ട് ക്ലബ് എഫ് എമ്മിന്റെ പേജിൽ തുടക്ക കാലഘട്ടത്തില്. അപ്പൊ അതൊക്കെ ഒരു പുതിയ പരീക്ഷണമായിരുന്നു എനിക്ക്. ഞാനാണെങ്കിൽ വീഡിയോ ഫീൽഡിൽ ഇല്ലാത്ത, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുന്നതാണ്. പക്ഷെ ടെക്നോളജി എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ടെക്നിക്കലി മീൻസ് പഠിച്ചത് അതായതുകൊണ്ടായിരിക്കാം എന്ത് കാര്യം പുതിയതായിട്ട് പഠിച്ചെടുക്കാൻ ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ പുതിയതൊക്കെ ഇങ്ങനെ ലേൺ ചെയ്യും. എന്നും തരുന്ന ചലഞ്ചസ് ഇങ്ങനെ ഏറ്റെടുത്തത് പരീക്ഷിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പൊ ഈ കൊറോണയുടെ ടൈമിൽ ഏറ്റവും കൂടുതൽ സമാധാനം തന്നിരുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ ആർജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്തു കൊറോണയുടെ ഒരു ബുദ്ധിമുട്ട്? എല്ലാവർക്കും പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതും അന്ന് നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഇത് നമ്മളുടെ കാഴ്ചക്കാർക്കോ കേൾവിക്കാർക്കോ വേണ്ടിയിട്ടല്ലേ. ആ ഒരു എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റി കൊറോണയുടെ സമയത്ത്? അല്ല, അത് എല്ലാവരും തന്നെ എല്ലാ ആർജേഴ്സും തന്നെ അതിന് വേണ്ടിയിട്ട് അവിടെയാണ് നമ്മള് റിയൽ വേൾഡിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ശബ്ദത്തിലൂടെ അവര് അനുഭവിക്കുന്ന ഒരു ടെൻഷൻ എത്രത്തോളം ഉണ്ട്. ഇപ്പൊ നമ്മളെ സ്ഥിരം വിളിക്കുന്ന ഒരാളുടെ ശബ്ദം ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെത്രമാത്രം വിഷമത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും എന്താ പറ്റിയേ, ഇന്നലെ കോൾഡ് ഇല്ല, ഇന്ന് കോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദ വ്യത്യാസം അറിയാൻ പറ്റും. എന്താ പറ്റിയേ, എന്താ വീട്ടിൽ എന്താ വിശേഷം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റേഡിയോയിലേക്ക് ആവശ്യമുള്ള കണ്ടന്റ് അവരിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതല്ലാതെ ഒരു ചിറ്റാറ്റ്, ഒരു സ്നേഹ അന്വേഷണങ്ങള്, സുഖാണോ, അല്ലെങ്കിൽ അവര് വീട്ടിലെ വളരെ വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ നമ്മുടെ അടുത്ത് തുറന്നു പറയും. കാരണം കാണാമറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. കാണുന്ന ഒരാളാണല്ലോ അവരുടെ വീടിന്റെ വലിപ്പം, അല്ലെങ്കിൽ നിറം, പണം, ജാതി, മതം, സോക്കോൾഡ് ഇന്ന് കാണുന്ന എല്ലാ വിവേചനങ്ങളും കാണുമ്പോൾ മാത്രമാണ് കൂടുതലും സംഭവിക്കുക. കണ്ടില്ലെങ്കിൽ ഇതൊന്നുമില്ലല്ലോ. നമ്മൾ വെറുതെ ശബ്ദം കൊണ്ടാണ് ഒരാളെ നമ്മൾ കൂട്ടുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളോട് സുഖാണോ ചോദിക്കുമ്പോൾ അവരെ അനുഭവിക്കുന്ന ഒരു സന്തോഷം എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇത് വേറൊരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞപ്പോ താഴെ ചിലര് പിന്നെ തള്ളുകയെന്നൊക്കെ. പക്ഷെ സത്യത്തിൽ ഒരു മനുഷ്യനെ അടുത്തറിയുമ്പോ ആരും അടുത്തറിയാൻ ശ്രമിക്കണമെന്നില്ല. അത്രയും ഒരു
വളരെ അടുത്ത് ചേർന്ന് നിന്ന് മനുഷ്യനായിട്ട് കണ്ട് സംസാരിക്കുന്നവരൊന്നും അധികം ഇല്ല എന്നല്ല, ഉണ്ട്. അതുകൊണ്ട് ഈ ഭൂമി ഇപ്പോഴും വളരെ വലിയ കുഴപ്പമില്ലാതെ കറങ്ങുമെന്ന് പറയാം. പക്ഷെ പലരും വേറെ എന്തൊക്കെയോ ആണ് ആളുകളുടെ മനസ്സിലുള്ളത്. നേരെ മറിച്ച് മുമ്പിലുള്ളത് ഒരു പച്ചയായ മനുഷ്യനാണെന്നും അവനും പ്രശ്നങ്ങളുണ്ടെന്നും അവനും ചിരിക്കണം എന്നും കരയണം എന്നും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാലോ. ഇപ്പൊ പ്രളയത്തിന്റെ സമയത്ത് എനിക്ക് ഷോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് ഞാൻ എന്റെ കലീഗ്സ് അവിടെ ഇരുന്നിട്ട് ആർജയും ചെയ്യുന്നത്, ഞാൻ പൊതുവെ റേഡിയോ കേൾക്കാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അത്യാവശ്യം മിമിക്രി പരിപാടികളൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ അറിയാതെ, ഞാൻ പറഞ്ഞില്ല, ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നോണ്ട് തന്നെ ഞാൻ അറിയാണ്ട് ഒരു മിമിക്കിങ് എനിക്ക് വരും. അതുകൊണ്ട് ഞാൻ തീരെയും ആരുടെയും കേൾക്കാറില്ല. എന്നോട് വേറൊരു ആർജയുടെ പേര് വെച്ച് എനിക്ക് അധികം അറിയില്ല. അത് അഹങ്കാരം കൊണ്ടല്ല, എന്നെ ഞാനായിട്ട് എന്നെ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ്. പക്ഷെ ഞാൻ ആ സമയത്താണ് എന്റെ ഫ്രണ്ട്സ് എത്രത്തോളം ഭംഗിയായിട്ടാണ് ആളുകളെ ഹാൻഡിൽ ചെയ്യണത്, അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ജോലിയുടെ ഈ ആർജയിന്റെ ഒരു മഹത്വം, ഒരാളുടെ ഒരു പേഴ്സണൽ വെൽബീയിങ്ങിന് എത്രത്തോളം ഈ ഒരു സൗഹൃദം, കാണാമറയത്തുള്ള സൗഹൃദം നല്ലതാണെന്നൊക്കെ മനസ്സിലാക്കിയത് ആ സമയത്ത്. അത് ഭയങ്കര സന്തോഷം, എനിക്ക് വളരെ അഭിമാനവും തോന്നി. അതുകൊണ്ട് ഇപ്പൊ കേട്ടിരിക്കാനുള്ള ഒരു സഹിഷ്ണുതയുള്ള ആൾക്കാർ വളരെയധികം കുറഞ്ഞു വരികയാണെന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇപ്പൊ അച്ഛൻ എല്ലാവരും ക്ലോസ് കൂട്ടുകാരിന്നാണല്ലോ വിളിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബൽ ഉണ്ട് ഓൾറെഡി. അപ്പം ഇതല്ലാതെ ഇപ്പൊ ഷോ അല്ലാതെ പിന്നെ ഇതല്ലാത്ത ഏതെങ്കിലും അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ വിളിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഷോ അല്ലാതെ ഷോയിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അത് കൂടാതെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴും നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള ആൾക്കാർക്ക് സത്യത്തിൽ മനസ്സിലാവും. നമ്മൾ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചിന്ത എന്താണ് എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി, ചിലപ്പോ ചിലരോട് നമുക്ക് മനസ്സിലാക്കാൻ ഓൾറെഡി തോന്നുമല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ അങ്ങനെയാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ഇനി ഞാൻ അങ്ങനെ കണ്ടിരിക്കണേട്ടോ, അതില് പ്രത്യേകിച്ച് പുതുമയൊന്നും പറയാനില്ല. അപ്പോ നമ്മളോട് പറയാം എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതിപ്പോ കാലങ്ങൾ കൊണ്ട് എടുത്തൊരു വിശ്വാസമായിരിക്കാം, എനിക്കറിയില്ല. അവരെ ഒരു സീരിയസ് കാര്യം പറഞ്ഞാൽ അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി നമ്മൾ എടുക്കും. ഇപ്പം ഒരു പേര് കിട്ടാനോ അല്ലെങ്കിൽ പ്രശസ്തി കിട്ടാനോ അത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കില്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ആൾക്കാർക്കുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞതൊക്കെ ഇന്നത്തെ ഒരു മീഡിയയുടെ ഒക്കെ സ്വഭാവം വെച്ച് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നല്ലോണം വൈറലാവാം. പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശം. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ആൾക്കാര് വീഡിയോ ആ ഓഡിയോ ഇവിടെ അയച്ചു തരും, ഞങ്ങൾ വൈറലാക്കി തരാം എന്ന് പറഞ്ഞാൽ വൈറലാവുന്ന യാതൊരു ആഗ്രഹമില്ല. അങ്ങനെയൊന്നും വൈറലാവണ്ട. ഓൾറെഡി ക്ലബ് എഫ് എമ്മിന് ഇഷ്ടംപോലെ ലിസണേഴ്സ് ഉണ്ട്. ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ കണ്ണിയാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് ഈ വൈറലാവണതിനെ കുറിച്ച് ചിന്തിക്കണത്? എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം അത് അത്രയും വലിയ പ്ലാറ്റ്ഫോമാണ്. ഞാൻ എന്തായാലും ഇല്ലെങ്കിൽ അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്കൊരു സ്ലോട്ട് കിട്ടിയിട്ട് അതിലെ ആൾക്കാർ അവരുടെ മനസ്സ് പങ്കുവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപ്പോ ഒരു വൈറലാവുന്ന ഒരു കാര്യം വേറെ എന്താണ്? അപ്പൊ ഇപ്പോഴും അത് ഇഷ്ടംപോലെ ആൾക്കാര് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ആൾക്കാർ പറയാറുണ്ട്. അതിനെ ഏതെങ്കിലും തരത്തിലൊക്കെ ഇടപെട്ട് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ എന്നാലാവുന്ന വിധം ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊന്നും ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് ഓൺ എയർ അല്ലാതെയും ആൾക്കാർക്ക് പറയാൻ പറ്റും, പറയാറുണ്ട്. അതായത് ഓൺ എയർ എന്ന് പറയുന്നത് അവർക്ക് നമ്മളെ നേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ആ 3 മണിക്കൂർ വിളിക്കുന്നു ആൾക്കാർ. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോ 24 മണിക്കൂർ അവർക്ക് നമ്മൾ അവൈലബിൾ ആണെന്നുള്ള നിലയിലാണ്. അപ്പം ഇഷ്ടംപോലെ മെസ്സേജസ് അവർ പേഴ്സണലി ഇടും നമുക്ക്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ തോന്നിയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ്. നമ്മളത് കറക്റ്റായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒരു മനുഷ്യജീവി ഇല്ലാണ്ടാവും. ആ ഒരു സിസ്റ്റം വേറെ പോട്ടെ, ആ ഒരു മനുഷ്യനെ ആ സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അഡ്രസ് ചെയ്തില്ലെങ്കിൽ അവൻ ചിലപ്പോ അല്ലെങ്കിൽ അവള് ചിലപ്പോ അവസാനിപ്പിക്കും. ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ മെസ്സേജസ് ഒക്കെ കിട്ടാറുണ്ട്. എങ്ങനെയൊക്കെയോ അവരെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, കുറച്ച് അതിനേക്കാൾ മുന്നേ സ്വന്തം ഷോ കേട്ട് കഴിഞ്ഞിട്ട് റേറ്റ് ചെയ്യാറുണ്ടോ? സ്വന്തം പെർഫോമൻസ് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും തോന്നും ഇത്രയും വൃത്തിയായിട്ടൊരു പെർഫോമൻസ് ഇല്ലാന്ന്. എനിക്ക് വലിയ ഇഷ്ടമില്ല, ഞാൻ കേൾക്കാറില്ല. ഇതിന് അപ്പം ആൾക്കാരിനി ഇത് കേട്ടിട്ട് ആൾക്കാർ മനസ്സിലാക്കണം, അച്ചു സ്വന്തമായിട്ടുള്ള വോയിസ് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിനെ കുറിച്ച്. 17 വയസ്സായിട്ടുള്ളൊരു ആർജി ആയല്ലോ. അപ്പം
പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ എല്ലാ സ്റ്റേഷൻസിലും ഇപ്പൊ ഈ മീഡിയ പഠിക്കുന്ന കുട്ടികൾ വരുമല്ലോ, അതുപോലെ ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ഭാഗമായിട്ട് അവര് സ്റ്റേഷൻസ് ഓഫ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മളെല്ലാവരും നമ്മൾക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ അല്ലേ. അത് മറ്റേ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും? അവര് ചിലര് 2 വീക്സിന് വരും, ചിലര് 2 മന്ത്സിന് വരും, അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ അല്ലേ. ഇനി അവസാനമായിട്ടൊരു ചോദ്യം, ബെഡ് ടൈം സ്റ്റോറീസിനെ കുറിച്ചിട്ടാണ്. അച്ചു ചെയ്തിട്ടുള്ള കുറച്ചധികം നല്ല കഥകൾ ഞാൻ കണ്ടു. ഇപ്പൊ എന്താണ് ബെഡ് ടൈം സ്റ്റോറീസ് ചെയ്യാത്ത? ഒരുപാട് ആൾക്കാർ ബെഡ് ടൈം സ്റ്റോറീസ് എന്താ പറയാത്തതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമന്റ്സ് ആയിട്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാര്. ഞാൻ സത്യത്തില് ബെഡ് ടൈം സ്റ്റോറീസ് മാത്രമല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മള് പ്രസൻസ് വേണം. ഓക്കെ. അപ്പോ ഞാൻ ഹാപ്പിനെസ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് പോലെ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചെയ്ത് കുറച്ച് നാളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ബെഡ് ടൈം സ്റ്റോറീസിൽ കയറാം. കൊറോണ സമയത്താണ് ഞാനത് ചെയ്തത്. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വീട്ടിലിരുന്ന് തന്നെ ഷോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അന്നേരം ഞാൻ എന്റെ നോർമൽ ടൈമിങ്ങിൽ ലൈവായിട്ട് അവിടെ എന്റെ മറ്റു സുഹൃത്തുക്കൾ വന്ന് ചെയ്തു. അപ്പൊ ഞാൻ രാത്രിയിലുള്ള ഷോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് ഞാൻ സാധാരണ പ്രണയമൊക്കെ ആണെങ്കിലും എന്റെ വിഷയമൊന്നും അല്ലാത്തതുകൊണ്ട് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അവിടെ സംസാരിച്ചു. പകല് സമയത്ത് എനിക്ക് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു മാരകമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിന് മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറെ പേര് പാചകം ചെയ്തപ്പോ ഞാൻ എന്റെ വീട്ടിൽ ഇതായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. എനിക്ക് തോന്നി കഥകൾ അത്യാവശ്യം പറഞ്ഞു ഇടാം, അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, പിന്നെ എഡിറ്റിങ്ങിന് വലിയ ബുദ്ധിമുട്ട് ചെയ്യേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടതാണ്. ആ സമയത്ത് കുറെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ സ്കെഡ്യൂളിലേക്ക് വന്നപ്പോൾ പിന്നെ സമയമില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത കുറെ കുട്ടികൾ എന്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുക എന്താ ചേച്ചി ചെയ്യാത്ത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട് ഉറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിർത്തിയപ്പോഴാണ് ഈ ഫീഡ്ബാക്സ് കൂടുതലായിട്ട് വന്നത്. ആ സമയത്ത് ഇത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പോയത്. ആ നേരത്തെ ആരും പറയില്ല. അതേപോലെ തന്നെ ഈ ഹാപ്പിനെസ് ടിപ്സ് വന്നപ്പോ ഹാപ്പിനെസ് ടിപ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോർമലി ആ ഹായ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ശരി, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു മടി വന്നപ്പോ ഞാൻ പതുക്കെ പിൻവലിച്ചു. അപ്പോഴാണ് ഇതുപോലെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വിളിക്കുന്ന കുറെ ഗസ്റ്റ്സ് ഒക്കെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്റെ ഈ ടിപ്സ് എനിക്ക് കുറെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ദൈവം ഇത് അന്നൊരു വാക്ക് പറഞ്ഞത് ഞാൻ ചെയ്തേന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും. അതൊരു വലിയ ഭാഗ്യം. മോട്ടിവേഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു മടി നല്ലോണം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. മറ്റത് വീഡിയോയിൽ ഇരുന്ന് പണിയണമല്ലോ. വീഡിയോ എനിക്ക് വലിയ താല്പര്യമില്ല. അതിന്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് ഇപ്പൊ എങ്ങനെയാണോ ഈ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാം. പക്ഷെ വീഡിയോയുടെ മുമ്പിൽ അങ്ങനെ പറ്റില്ലല്ലോ. അത്യാവശ്യം ഒരുങ്ങണം, അതിന് വേണ്ട സെറ്റപ്പ് ഉണ്ടാക്കണം. അതൊക്കെ കുറച്ച് ശ്രമകരമാണ്. അത്രയും ശ്രമം ഞാൻ ഭയങ്കര പഠിച്ചാണ്. അപ്പൊ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാളെ, ഇത്തിരി മടിയുള്ള ഒരാളെ പിടിച്ച് ഞങ്ങൾ ഈ വീഡിയോന്റെ മുമ്പിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ കൂടെ ചെലവഴിച്ചത് RJ അച്ചു. അങ്ങനെ മാത്രം വിളിച്ചാൽ മതി, അച്ചു എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നുള്ള പ്രത്യേക നിർദ്ദേശം ഉണ്ട്. അപ്പോൾ അച്ചു, നമ്മളുടെ സെഗ്മെന്റിന്റെ പേര് നൈസ് ടു മീറ്റ് യു എന്നാണ്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെയധികം സന്തോഷം. നൈസ് ടു മീറ്റ് യു. താങ്ക് യു ഷാരോൺ ആൻഡ് ശ്രീഗിരി, താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിനും എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞതിനും വലിയ സന്തോഷം. ഇതൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ പോലും ഫീച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു വന്നത് തന്നെ